റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. മഴക്കാലം തുടങ്ങുകയായി. മഴക്കാല രോഗങ്ങളെ പോലെ മോഷണവും കൂടാം. ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി പോലീസ് രംഗത്ത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മഴക്കാലം വരികയാണ്. മഴക്കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവരും പുറത്തേക്ക് ഇറങ്ങാതെ എല്ലാവരും പെരയ്ക്കകത്ത് തന്നെ കഴിഞ്ഞുകൂടുന്ന സാഹചര്യം വരുമ്പോൾ അത് കള്ളന്മാർക്ക് കുറച്ചധികം പ്രചോദനം നൽകുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് ചിലപ്പം മോഷണം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മോഷണം നടന്നിട്ട് പിന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി അത് തെളിയിക്കുന്നതിനേക്കാൾ ഉപരി മോഷണം നടക്കാതെ നോക്കുക. അതിന് എപ്പോഴും പോലീസിന് നാട്ടുകാരുടെ ഓരോരുത്തരുടെയും സഹകരണം വളരെയധികം അത്യാവശ്യമാണ്. നാട്ടുകാർ മറ്റ് കാര്യങ്ങളും ചെയ്യേണ്ട, നമ്മളായിട്ട് പാലിക്കേണ്ട ചില സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ അത് മാത്രം ഒന്ന് പാലിച്ചാൽ മാത്രം മതി. അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പണം, സ്വർണം എന്നിവ നമ്മുടെ വീട്, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ അവിടെ സൂക്ഷിക്കാതിരിക്കുക. കഴിവതും പണം ബാങ്കിൽ നിക്ഷേപിക്കുക, സ്വർണം പരമാവധി ലോക്കറിൽ സൂക്ഷിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മോഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പണമോ സ്വർണ്ണമോ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ ഒരു സോഴ്സിനെ പറ്റി നമ്മൾ പരമാവധി ആരുമായിട്ടും പങ്കുവയ്ക്കാതിരിക്കുക. നമ്മളുടെ വീട്ടിൽ പണമുണ്ട് അല്ലെ സ്വർണ്ണമുണ്ട് എന്ന വിവരം മറ്റൊരാളുടെ കിട്ടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യം അയാൾ വേറൊരാളുമായിട്ട് പങ്കുവെച്ച് ആ ഒരാൾ വഴി മറ്റാരെങ്കിലും അറിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ മോഷണം ഉണ്ടാവാം. ഓരോ വീട്ടുകാരും കിടക്കുന്നതിന് മുമ്പ് എല്ലാ വാതിലുകളും കൃത്യമായി അടച്ച് താഴിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പുവരുത്തണം. അതോടൊപ്പം വീടിന് പുറത്ത് നിർബന്ധമായിട്ട് ലൈറ്റുകൾ ഇടണം. കറണ്ട് ബില്ല് കൂടും എന്നുള്ള പേടിയിൽ ഒരു കാരണവശാലും ലൈറ്റ് ഇടാതിരിക്കരുത്. വീടിന് പുറത്ത് നിർബന്ധമായിട്ട് ലൈറ്റ് വേണം. കാര്യം മോഷണം നടന്നവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് വെളിച്ചം. വെളിച്ചമില്ലാത്ത സാഹചര്യമാണ് മോഷണം നടത്തുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. അതുകൊണ്ട് ലൈറ്റ് ഇടാതിരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. ഏതൊരാളും ഒരു ദിവസമോ 2 ദിവസമോ അതിലധികമോ വീട് പൂട്ടി വീട്ടുകാരെല്ലാവരും ഒപ്പം വേറെ എവിടോട്ടെങ്കിലും പോവുകയാണ്, അവരുടെ വീട്ടിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ട്, എന്തെങ്കിലും മോഷണം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വിവരം അവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. പോലീസ് സ്റ്റേഷനിൽ ഒരു രേഖാമൂലം അറിയിക്കുന്നതോടൊപ്പം അവരുടെ ഫോൺ നമ്പറും കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോവുകയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂർ പോയ സ്ഥലത്ത് നിന്നുകൊണ്ട്, വീട്ടിൽ നിന്ന് മാറി ടൂർ പോയ സ്ഥലത്ത് നിന്ന് അവിടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാതിരിക്കുക. മറ്റുള്ളവർക്ക്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾക്കെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ വീട്ടിലില്ല എന്നുള്ളത്. നമ്മൾ വീട്ടിലില്ല എന്നുള്ളതും നമ്മുടെ വീട്ടിൽ മോഷ്ടിക്കാൻ പാകത്തിന് വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതും പരമാവധി നമ്മൾ ആരെയും അറിയിക്കാതിരിക്കുന്നത് നമുക്ക് മോഷണത്തെ പരമാവധി തടയാൻ പറ്റും. പിന്നെ കഴിവതും, അത് എല്ലാവർക്കും സാധിക്കില്ല, സാമ്പത്തികമായിട്ട് വേറെ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എങ്കിൽ തന്നെയും കഴിവുള്ളവരെല്ലാവരും വീടുകളിൽ CCTV സ്ഥാപിക്കുക. അത് നൈറ്റ് വിഷൻ ക്യാമറ സ്ഥാപിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഒരുപാട് കേസുകളിൽ പോലീസിനും വളരെയധികം തുമ്പുണ്ടാക്കാനും പ്രതികളെ കണ്ടെത്താനും സാധിച്ചിട്ടുള്ളതെല്ലാം CCTV ക്യാമറകളാണ്. അതുകൊണ്ട് പരമാവധി ആൾക്കാർ CCTV സ്ഥാപിക്കണം. ഇത് പോലീസിന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, സീനിയർ സിറ്റിസൺസ് മാത്രം താമസിക്കുന്ന വീടുകളുണ്ട്. മക്കളൊക്കെ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ജോലി ചെയ്യുന്ന വീടുകളിൽ ചിലപ്പം പ്രായം ചെന്ന അച്ഛനും അമ്മയും മാത്രമായിരിക്കും വീടുകളുള്ളത്. അങ്ങനെയുള്ള വീടുകൾ നിർബന്ധമായിട്ടും ആ വിവരം അവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അവരുടെ ഫോൺ നമ്പർ അറിയിക്കുക. പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പർ, അവരുടെ വീടിന് അയൽപ്പക്കത്തുള്ളവരുടെ ഫോൺ നമ്പർ, അവർക്ക് എത്രയും പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്നവരുടെ ഫോൺ നമ്പർ, അങ്ങനെയുള്ള ഫോൺ നമ്പറുകൾ അവർ ശേഖരിച്ചു വെക്കുക. അത് അവരുടെ മൊബൈൽ ഫോണിൽ ഫസ്റ്റ് കോണ്ടാക്റ്റിൽ തന്നെ സേവ് ചെയ്യുക. എത്രയും പെട്ടെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുന്ന പക്ഷം കൃത്യമായിട്ട് അവരെ പെട്ടെന്ന് തന്നെ പോലീസിനെ കോണ്ടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അയൽപ്പക്കത്തുള്ളവരെയും അവരെ വിളിച്ചാൽ പെട്ടെന്ന് എത്താൻ പാകത്തിലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പാലിക്കുന്നതോടെ തന്നെ നമുക്ക് പിന്നെ ഈ മോഷണം പരമാവധി തടയാൻ പറ്റും. പിന്നെ ഒരു അസമയം എന്ന് പറഞ്ഞൊരു സമയമില്ല എങ്കിൽ തന്നെയും ഒരു രാത്രിക്ക് ശേഷം ഈ എപ്പോഴെങ്കിലും വീടിന് പുറത്തൊക്കെ പോകുന്ന ആൾക്കാർ, നോർമലി ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ഏരിയയിലുള്ളവരുടെ വാഹനത്തിന്റെ നമ്പർ കണ്ടാൽ കാണുമ്പോൾ അറിയാം. രജിസ്ട്രേഷൻ നമ്പർ കാണുമ്പോൾ നമ്മൾ ഇവിടുത്തെ വാഹനമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും വാഹനം പുറത്തു നിന്നുള്ള ഒരു വാഹനം നമ്മുടെ പ്രദേശത്ത് കറങ്ങുന്നു, ആ വ്യക്തികൾ അസ്വാഭാവികത തോന്നുന്നു, അല്ലെ നമ്മുടെ അയൽപ്പക്കത്ത് ഏതെങ്കിലും ആൾക്കാർ പുതുതായിട്ട് വന്ന് താമസിക്കുന്നു, ഈ പറയുന്ന ആൾക്കാരും നമുക്ക് പരിചയമുള്ളവരല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കണം. അവരെ പറ്റി അസ്വാഭാവികത തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ചിലപ്പോൾ ഈ വാഹനത്തിൽ വരുന്നവർ ഒരു സമയത്ത് നടന്നിട്ട് ഏതെങ്കിലും മോഷണ ശ്രമത്തിന് വേണ്ടിയാകാം.
പിന്നെ ഈ പുറത്തുനിന്ന് വന്ന് പെട്ടെന്നൊരു സമയത്ത് പുറത്തു നിന്ന് വാടകയ്ക്ക് താമസിക്കുന്നവര് ഈ മറ്റേതെങ്കിലും സ്റ്റേഷൻ ലിമിറ്റിൽ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അവരൊരു ഒളിവിൽ താമസിക്കുന്നതാവാം. അങ്ങനെ 100% അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അങ്ങനെ ആവാം. അങ്ങനെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അസ്വാഭാവികം തോന്നിക്കഴിഞ്ഞാലും ഈ പറയുന്ന കൃത്യമായിട്ട് ഈ പറയുന്ന പോലീസ് അധികാരികളായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ആരും ഒരു വീഴ്ച വരുത്തരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഏറെക്കുറെ പാലിച്ചു കഴിഞ്ഞാൽ സ്വയം പ്രതിരോധിക്കുന്നതോടൊപ്പം ഈ മോഷണം തടയുന്നതിൽ പോലീസിനെ സഹായിക്കുക എന്നുള്ള പ്രവൃത്തി കൂടിയാകും. Real fruit power, real juices from Dabur.